പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ പാഠഭാഗത്ത് നമ്മൾ പറയുന്നത് 4ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ 2ാമത്തെ അധ്യായം. 2ാമത്തെ അധ്യായത്തിൽ ഒരു കവിതയുണ്ട്. എൻ്റെ പനിനീർ ചെടി എന്നാണ് ആ കവിതയുടെ പേര്. മേരി ജോൺ കൂത്താട്ടുകുളം എന്ന കവയിത്രി എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് ഈ കവിത. അങ്കണത്തിനലങ്കാരമായൊരു ചെമ്പനീർ ചെടി നട്ടു വളർത്തി ഞാൻ, ജാതമോദാമതിന്നനുവാസരം ശീതള ജലധാര പകർന്നു ഞാൻ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ് ഇത്. ഈ കവിത നിങ്ങൾ പലയാവർത്തി വായിച്ചു നോക്കുക. ചില പദങ്ങളുടെ അർത്ഥം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മുതിർന്നവരോട്, അധ്യാപകരോടൊക്കെ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു നോക്കുക. ഒരുപാട് പ്രാവശ്യം ഈ കവിത വായിച്ചതിന് ശേഷം ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനം എഴുതുകയാണ് വേണ്ടത്. കവിതയ്ക്ക് ആസ്വാദനം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ആസ്വദിച്ച കവിതയെ മറ്റുള്ളവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന വിധം മനോഹരമായി വിവരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കവിത ആസ്വാദനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ സാധാരണ ഈ കവിത വായിച്ച് ഓരോ വരിയുടെയും അർത്ഥം എഴുതി വെച്ചാൽ അത് ആസ്വാദനമാകുമെന്ന് കരുതാറുണ്ട്. അങ്ങനെയല്ല. ആസ്വാദനം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കവിതയ്ക്ക് ആസ്വാദനം എഴുതാൻ കഴിയും. ആസ്വാദനം എഴുതുമ്പോൾ ഈ കവിത ആരാണ് എഴുതിയതെന്നും ആ കവിയെ പരിചയപ്പെടുത്തണം. ഒന്നാമത് വേണ്ടത് കവിതാ പരിചയവും എഴുതിയ ആളെയും പരിചയപ്പെടുത്തലാണ്. പിന്നെ ഈ കവിതയിൽ പറയുന്ന പ്രധാന പ്രമേയം എന്താണ് എന്ന് വിവരിക്കലാണ്. ഇതില് ഒരു പനിനീർ ചെടി ഒരു കുട്ടി മുറ്റത്ത് നട്ടു വളർത്തുകയും അതിന് പരിപാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന് പൂവുകളും തളിരിലകളും ഒക്കെ ഉണ്ടാകുന്നത് ആ കുട്ടി ആസ്വദിക്കുകയും അവരുടെ മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്ന കാര്യമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്, പറയുന്നത്. അപ്പൊ അതിലെ ഈ പ്രതിപാദ്യ വിഷയം എന്താണ് എന്ന് പറയണം. പ്രധാന ആശയത്തെ വിശദീകരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് വിശദീകരിക്കണം. അതുപോലെ തന്നെ അതിലെ ഇഷ്ടപ്പെട്ട വരികൾ എഴുതാൻ നമുക്ക് കഴിയണം. ഇതിലെന്തെങ്കിലും സന്ദേശങ്ങൾ ഒരു കവിതയിൽ നൽകുന്നുണ്ടെങ്കിൽ ആ സന്ദേശം എന്താണ് എന്ന് പറയാൻ കഴിയണം. ഈ കവിതയെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണ് എന്ന് പറയാൻ കഴിയണം. ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ സാധാരണ ആസ്വാദനം എഴുതുക എന്ന് പറയുന്നത്. അല്ലാതെ വരികൾക്ക് നേർക്കുനേരെ അർത്ഥം എഴുതി വെക്കുന്നതിനെ അല്ല ആസ്വാദനം എഴുതുക എന്ന് പറയുന്നത്. അത്തരത്തിൽ 4ാം ക്ലാസ്സിലെ കുട്ടി എന്നുള്ള നിലയിൽ, ആസ്വാദന രംഗത്തേക്ക് കടന്നു വരുന്ന കുട്ടി എന്നുള്ള നിലയിൽ ഒരു മാതൃകയായി സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു ആസ്വാദന കുറിപ്പ് നമുക്ക് കാണാം. ഇത് ഒരു മാതൃകയാണ്, ഒരു മോഡൽ മാത്രമാണ്. നിങ്ങൾ ഇതിന് നന്നായി എഴുതണം. ഏതായാലും നമുക്ക് അതിന്റെ മോഡൽ ഒന്ന് വായിച്ചു നോക്കാം. എൻ്റെ പനിനീർ ചെടി ആസ്വാദനക്കുറിപ്പ്. കേരളത്തിലെ പ്രശസ്ത കവയിത്രി മേരി ജോൺ കൂത്താട്ടുകുളം എഴുതിയ മനോഹരമായ കവിതയാണ് എൻ്റെ പനിനീർ ചെടി. വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ പനിനീർ ചെടിയിൽ മുട്ടുകളിട്ടത് കണ്ടപ്പോൾ അതിനെ വെള്ളമൊഴിച്ചു പരിപാലിച്ചു വളർത്തിയ പെൺകുട്ടിയുടെ കൊച്ചു മനസ്സിലുണ്ടായ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് ഈ കവിതയിലൂടെ കവയിത്രി നമുക്ക് നൽകുന്നത്. തൻ്റെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തുന്ന പനിനീർ ചെടിക്ക് എല്ലാ ദിവസവും വെള്ളമൊഴിച്ചു കൊടുക്കും. വെള്ളം കിട്ടിയപ്പോൾ വളരാൻ തുടങ്ങിയ ചെടിയിൽ കിളിർത്തു വരുന്ന തളിരിലകൾ കണ്ടപ്പോൾ അവളുടെ മനസ്സിലെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു.
വളർന്നു വരുന്ന ചെടിക്ക് ഉച്ചവെയിലേറ്റ് വാടാതിരിക്കാനും തളിരിലകൾ കീടങ്ങൾ നശിപ്പിക്കാതിരിക്കാനും അവൾ ശ്രദ്ധിച്ചു പോന്നു. ഒരു കാവൽ മാലാഖയെ പോലെയാണ് അവൾ ആ ചെടിയെ സംരക്ഷിച്ചു പോന്നത്. മാസങ്ങൾ മുന്നോട്ട് പോയി. മഞ്ഞുകാലമെത്തിയപ്പോൾ പനിനീർ ചെടിയിൽ ചില്ലകൾ തോറും പൂക്കൾ തളിർത്ത് മനോഹരിയായി. പുലരിയെ നോക്കി ആ പൂമുട്ടുകൾ മന്ദഹസിച്ചു. അപ്പോൾ അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. ആ സന്ദർഭത്തെ കവിതയിൽ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. ആർത്തിരമ്പുകയായ അനുവേലമെൻ അന്തരംഗത്തിലാനന്ദ സാഗരം എന്ന് തുടങ്ങുന്ന വരികൾ. കവിത വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആസ്വാദ്യകരമായി തോന്നുന്നത് ഒരു ചെടിയെ പരിപാലിക്കാൻ കുട്ടി കാണിക്കുന്ന ജാഗ്രതയും അത് വിവരിക്കാനായി കവിതയിൽ ഉപയോഗിച്ച മനോഹരമായ പദങ്ങളുമായിരിക്കും. ജാതമോദം, അനുവാസരം, സൗഭകം, കാവൽ മാലാഖ തുടങ്ങിയ മനോഹരമായ വാക്കുകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. കുട്ടിയുടെ മനസ്സിലുള്ള ആനന്ദം പൂർണ്ണ തോതിൽ നമുക്ക് വിവരിച്ച് തരാൻ ഇതുവഴി കവിതക്കോ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരാസ്വാദന കുറിപ്പിന്റെ മോഡൽ. കൂട്ടുകാരെ, ഈ കവിത നന്നായി വായിച്ച് ഇതിന് മനോഹരമായി ഒരാസ്വാദന കുറിപ്പ് എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുക. ഇത്തരത്തിലുള്ള അറിവുകൾ വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. മറ്റു ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.